എൻ്റെ പേര് ആഗ്നസ് എന്നാണ്. ഞാൻ ചവറയിൽ നിന്നും ഫ്രാൻസിസ് അസീസി ദേവാലയത്തിലാണ് എൻ്റെ ഇടവക. അവിടെ നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ 2020 ഉടമ്പടി എടുത്തതാണ്. ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് വഴി ഈശോ ഞങ്ങൾക്ക് നൽകി. ഞാൻ കഴിഞ്ഞ 22 എനിക്കൊരു ഭവനം പണിയാനായിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ ആ വീട് പണി തുടങ്ങിയത്. വീട് പണി തുടങ്ങി 2 മാസം കഴിഞ്ഞപ്പോൾ 5 ലക്ഷം രൂപയോളം ആ കോൺട്രാക്റ്റ് വർക്ക് എടുത്ത ആൾ വാങ്ങിച്ച് കഴുത്ത് പോലും കെട്ടിയില്ല. അയാൾ ആ വീട് പണി കളഞ്ഞിട്ട് പോയി. തിരക്കി ചെന്നപ്പോൾ ആ വീട്ടിൽ പോലും അദ്ദേഹമില്ല. പിന്നെ വേറൊരാൾ വന്ന് ആ പണി ഏറ്റെടുത്ത് അദ്ദേഹം ഒരു 3-4 മാസം പണി ചെയ്ത് 7 ലക്ഷം രൂപയോളം വാങ്ങിച്ചിട്ട് അദ്ദേഹം പോയി. പിന്നെ അദ്ദേഹത്തെ കാണാനില്ല. തിരക്കി നടന്ന് കുഴഞ്ഞ് ഞങ്ങൾക്ക് കയ്യിലുണ്ടായിരുന്ന സമ്പത്തെല്ലാം പോയി. വേറെ സാമ്പത്തിക ബുദ്ധിമുട്ടും വന്നു. പിന്നീട് ഞാൻ പറഞ്ഞു, നമുക്കിനി ഇത് കടം വാങ്ങിച്ച് ചെയ്താൽ ഇത്രയും രൂപ നമുക്ക് പോയി, നമുക്ക് ആത്മഹത്യ ചെയ്യാം, ഇനി നമുക്ക് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ എൻ്റെ ഭർത്താവ്, ഞാൻ കഴുത്തിൽ തുണിയിട്ട് മുറുക്കാനായിട്ട് പോയപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു, നമുക്ക് കൃപാസനത്തിൽ മാതാവിൻ്റെ പാദത്ത് പോയി നമുക്ക് അവിടെ ചെന്ന് അപേക്ഷിക്കാം, നമുക്ക് എവിടെ നിന്നെങ്കിലും സാമ്പത്തികം കിട്ടിയ പണി ചെയ്യാനായിട്ടുള്ള ആളുകളെയും മാതാവ് തരും. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി അച്ഛനെ കണ്ട്. അച്ഛൻ എനിക്കൊരു കാശുരൂപം പ്രാർത്ഥിച്ച് തന്ന് അത് ഞാൻ വീട്ടിൽ കൊണ്ടുചെന്ന് പോയി പണി തീരാത്ത വീട്ടിൽ കൊണ്ടുചെന്ന് മാതാവിൻ്റെ ഒരു പടവും പൂശാത്ത ഭിത്തിയിൽ ഞാൻ ഒട്ടിച്ച്, എന്നിട്ട് ഇവിടെ നിന്ന് ജപിച്ച തിരിയും തേനുമൊക്കെ ആ വീട്ടിനകത്ത് വെച്ച് പ്രാർത്ഥിച്ച്, പ്രത്യക്ഷണ പ്രാർത്ഥന നിത്യവും പ്രാർത്ഥിച്ച് കരഞ്ഞ് നെഞ്ചു വെട്ടി കരഞ്ഞ്. ആരും പണി ഏറ്റെടുക്കാൻ വരുന്നില്ല. 2 പേര് കളഞ്ഞുകൊണ്ട് പണി ഞങ്ങൾ ഏറ്റെടുക്കത്തില്ലെന്നുള്ളതായിരുന്നു. പ്രാർത്ഥന തുടങ്ങി 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പണിക്കാരെ കിട്ടി. പൈസ കടം ഓരോരുത്തരെ തരാനും തുടങ്ങി. അങ്ങനെ പണി തുടങ്ങി. ഞങ്ങൾ കഴിഞ്ഞ മെയ് 21 വീട് പാലുകാച്ച് നടത്തി. വലിയ ഒരു കടബാധ്യതയിലൂടെ കടം കയറി ഈ വീട് വെച്ച് കഴിഞ്ഞാലും മനസ്സമാധാനം ഇല്ലാതെ അതിലൂടെ എന്തെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാകുന്നുള്ള വേദനയിലും വിഷമത്തിലുമാണ് വീട് കയറുന്നത്. ഞങ്ങൾ പാലുകാച്ചിൻ്റെ അന്ന് വലിയ സമ്പത്തൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. അങ്ങനെ കണക്ക് എല്ലാം രാത്രി തന്നെ എടുത്തപ്പോൾ എൻ്റെ മക്കൾ പറഞ്ഞു, അമ്മേ ഒന്നും കിട്ടിയില്ലല്ലോ, ഇത് പൊലുവൊന്നും. അപ്പോൾ കടക്കാർ നമ്മൾ ഒരാഴ്ചയ്ക്കും കൊടുക്കാമെന്നും പറഞ്ഞാണ് ഈ വീട് പണിക്ക് വാങ്ങിച്ചേക്കുന്ന പൈസ. എന്നിട്ട് ഞാനും വളരെയധികം തളർന്നു. എന്നിട്ട് മാതാവിൻ്റെ ഈ മുഖം, എനിക്ക് അവിടെ പണം ഉണ്ടെങ്കിലും ആ രൂപമല്ല എൻ്റെ മുഖം എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ വരുന്നത്. ഈ അൾത്താരയിലിരിക്കുന്ന ഈ രൂപം, ഈ സിൽവർ മാതാവിനെ എൻ്റെ മുഖത്ത് എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ കാണുന്നത്. അങ്ങനെ ഞാൻ പറയും, മാതാവ് എങ്ങനെയെങ്കിലും ഇനിയും ആളുകൾ വരാനുണ്ടല്ലോ, വരും, നമുക്ക് നമ്മുടെ കടങ്ങളെല്ലാം തീരും. അങ്ങനെ എല്ലാവരും, മക്കളും എൻ്റെ ഭർത്താവും ഞാനും വളരെയധികം അന്നത്തെ ദിവസം ആ പുതിയ വീട്ടിൽ വിഷമത്തോടു കൂടിയാണ് ഞങ്ങൾ കിടന്നത്. പിറ്റേന്ന് തൊട്ട് ഓരോരുത്തരും ഞങ്ങൾക്ക് സഹായമായി. ബന്ധുക്കളായാലും ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞ് എല്ലാവരും 10,000-ഉം 20,000-ഉം ജോലി സ്ഥലത്തു നിന്നൊക്കെ ആളുകൾ ഇഷ്ടം പോലെ കാശുമായിട്ട് വന്നു. അങ്ങനെ ഞങ്ങളുടെ കടം തീർന്ന് ഞങ്ങൾക്ക് അധികം കാശുമായി, ലക്ഷങ്ങളായി. ഞങ്ങളുടെ വീട് പണിക്കാർ കളഞ്ഞുകൊണ്ട് പോയതിന് ശേഷം പിന്നെ ഇഷ്ടം പോലെ പൈസയാണ് ഞങ്ങൾക്ക് ഈ വന്നവരെല്ലാം ചോദിച്ച് അങ്ങ് എടുത്തത്. എന്നിട്ട് ഞങ്ങളുടെ കടവും തീർന്ന് ഞങ്ങൾക്ക് സമ്പത്തും ഉണ്ടായി അധികം. അതിലൂടെ എല്ലാം സഹായിച്ച അമ്മയ്ക്കും യേശുവിനും നന്ദി പറഞ്ഞാൽ തീരത്ത് കോടിയായിരം നന്ദിയും സ്തുതിയും ഞാൻ അർപ്പിക്കുന്നു. രണ്ടാമത്തേത്, ഈ വീട് പണി കയറി കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഭർത്താവ് ഒരു പമ്പിൽ ജോലി ചെയ്യുകയായിരുന്നു. അവിടെ കുറച്ച് ഈ ഷോട്ട് വന്ന് സാമ്പത്തികമായി കുറച്ച് പൈസയുടെ കടബാധ്യത വന്നു. അപ്പോൾ അവിടുന്ന് എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് സാറ് വിളിച്ച് പറഞ്ഞ്, ഇങ്ങനെ 60,000 രൂപയുടെ കടബാധ്യതയുണ്ട്, അത് തീർക്കാതെ ജോലിക്ക് കയറാൻ പറ്റത്തില്ലെന്ന്. അപ്പോൾ ഈ വീടറിയാത്ത കടമാണത്. ഞാൻ ഭർത്താവിനോട് ചോദിച്ചു, ഈ പൈസയുടെ സാമ്പത്തിക കടം ഇതെങ്ങനെ വന്ന്? ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഷോട്ട് വന്നതാണ് അവിടെ എന്നും പറഞ്ഞ് ഇദ്ദേഹം പോയിട്ട് പിന്നെ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഇദ്ദേഹത്തെ ഒരു വിധത്തിൽ ഇദ്ദേഹം ഫോൺ എടുക്കുന്നില്ല. എവിടെയാണെന്ന് പോലും എനിക്കറിയാൻ വയ്യ. പുതിയ വീടും മാതാവ് തന്ന് ഒരു മാസമായപ്പോൾ ഈ സംഭവം നടന്ന്
പിന്നെയും ഞാൻ മാതാവിൻ്റെ മുമ്പിൽ അമ്മേ ഇതെന്തുവാ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എനിക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ ഈ ഭവനം എനിക്ക് വേണ്ട, എൻ്റെ ജീവിതം കാളിയായിട്ട് താമസിക്കാനല്ല ഒരു ഭവനം അമ്മ തന്നത് എന്നും പറഞ്ഞ് കരഞ്ഞ് ഞാൻ പറഞ്ഞു സെപ്റ്റംബറിലാണ് ഈ സംഭവം നടക്കുന്നത്. ഞാൻ പറഞ്ഞു ഒക്ടോബറിൽ അഖണ്ഡ ജപമാല ഞാൻ തുടങ്ങുകയാണ്, അമ്മ എത്രയും വേഗം എൻ്റെ ഭർത്താവിനെ തിരിച്ചു കൊണ്ടുവരണം, ഇല്ലെങ്കിൽ ഞാനും ഇറങ്ങി വീട് വിട്ട് എൻ്റെ ജീവിതങ്ങളില്ലാത്ത എൻ്റെ ഈ വീട്ടിൽ ജീവിതം എനിക്ക് വേണ്ട എന്നും പറഞ്ഞ് ഞാൻ മാതാവിൻ്റെ മുമ്പിൽ കരഞ്ഞ് വളരെയധികം പ്രദക്ഷിണ പ്രാർത്ഥന രാത്രി മുഴുവനും ഏത് സമയം പ്രാർത്ഥന, ആഹാരം കഴിക്കാൻ വയ്യ, ശരീരം തളരുന്നു, എനിക്ക് ഒന്നിനും ഈശോയോട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക, ഈശോയെ താങ്ങി നിർത്തണേ, തളർന്ന് വീണ ഇനി എനിക്കൊന്നും വയ്യ, വീട് പണിക്ക് ഇത്രയും സമ്പത്ത് ദാരിദ്ര്യങ്ങളും എല്ലാവരും ചതിച്ചിട്ട് പോയിട്ടും അമ്മ എന്നെ കൈപിടിച്ച് നിർത്തി യേശു. ഇതിൽ ഞാൻ തളർന്നു ഇരിക്കുകയാണ്, എനിക്ക് എൻ്റെ ഭർത്താവിനെ കൊണ്ടുവരണം. ഒക്ടോബർ തീരുന്നതിന് മുമ്പ്, മാതാവിൻ്റെ മാസം തീരുന്നതിന് മുമ്പ് എൻ്റെ ഭർത്താവ് എൻ്റെ വീട്ടിൽ കാണണം. ഒക്ടോബർ മാസത്തിൽ തന്നെ അഖണ്ഡ ജപമാല നിത്യം പഠിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെ ആഹാരം പോലും കഴിക്കാതെ രാത്രിയും പകലും ഇങ്ങനെ ചുമ്മാ ഭ്രാന്തിയുടെ ഒരു രീതിയാണ് എൻ്റെ ജീവിതം. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഭർത്താവ് ഫോണിൽ വിളിക്കുന്നു, ഞാൻ വീട്ടിലോട്ട് വരുന്നെന്നും പറഞ്ഞു. അങ്ങനെ ആ ഒക്ടോബർ തീരുന്നതിന് മുൻപ് എൻ്റെ ഭർത്താവ് വന്ന്, അമ്മയ്ക്ക് യേശുവിനും കോടിയായിരം നന്ദി സ്തുതിയും, അമ്മ ഇത്ര അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ചൊരിയുന്ന അമ്മ, പറഞ്ഞാലും തീരാത്ത, അതിനിടയ്ക്ക് രോഗസൗഖ്യങ്ങൾ, ഒത്തിരി രോഗങ്ങൾ വരുന്നു, മനപ്രയാസം കൊണ്ട് ഇതെല്ലാം സൗഖ്യപ്പെടുത്തുന്ന അമ്മ അതിൻ്റെ ഇടയ്ക്ക്. പിന്നീട് എൻ്റെ അപ്പൻ ഇതുപോലെ പനിയും ശ്വാസം മുട്ടുമായിട്ട് സുഖമില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് വരണമെന്ന് പറഞ്ഞ് വിളിച്ച്. ഇരയൂരവാണ് എൻ്റെ അപ്പൻ്റെ വീട്. അങ്ങനെ അനിയത്തിയും ഞാനും കൂടെ പോയി അപ്പനെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്ത്. അപ്പോൾ അവർ പറഞ്ഞ് സ്കാൻ ചെയ്തിട്ട് വരണം, അപ്പന് എന്തോ ഒരു കിരണിയുടെ എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ സ്കാൻ ചെയ്ത് വന്നപ്പോഴത്തേന് പറഞ്ഞ് ലിവറിൽ ക്യാൻസറാണെന്ന് പറഞ്ഞ്, മഞ്ഞപ്പിത്തവും കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇളക്കവും ഛർദിലുമായി അപ്പൻ അവിടെ കിടന്നപ്പോൾ തന്നെ. അപ്പോൾ 83 വയസ്സുണ്ട്. അങ്ങനെ ഭയങ്കരമായ അസ്വസ്ഥത, ഞങ്ങളെയൊക്കെ അങ്ങ് ഭയങ്കരമായ ചീത്ത വിളി, വേദനയും വെപ്രാളവും എല്ലാം. അന്നേരം അവർ പറഞ്ഞു നിങ്ങൾ RCCയിലോട്ട് കൊണ്ടുപോകണം, ഇവിടെ ഇനി ഇട്ടിട്ട് കാര്യം, അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി നല്ലോണം നോക്കുക, ഇനിയിപ്പം ഇത് മാറുമെന്നൊന്നുമില്ല, 4th സ്റ്റേജായി എന്ന് പറഞ്ഞു. ഞങ്ങളെന്നാലും അപ്പൻ മാതാവിൽ വിശ്വസിച്ച് യേശുവിലും ഈ കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ച് ഞങ്ങൾ RCCയിലേക്ക് പോയി. അവിടെ ചെന്ന് അപ്പനെ കാണിച്ചപ്പം 4th സ്റ്റേജ്, ആളെ കിട്ടത്തില്ല, ലിവറിലൊക്കെ ക്യാൻസർ, ഇത് മഞ്ഞപ്പിത്തമായിപ്പോയി, വയറിലോട്ടൊക്കെ വ്യാപിച്ചെന്ന് പറഞ്ഞു. അവിടെ സ്കാൻ ചെയ്യുകയും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ അങ്ങനെ വീട്ടിൽ ഒരു ആഹാരവും കഴിക്കുന്നില്ല, വെള്ളം പോലും കുടിക്കാൻ വയ്യാത്ത ഭയങ്കരമായ വെപ്രാളം. ഞങ്ങൾ അവിടെ നിന്ന് ഞാൻ പ്രദക്ഷിണ പ്രാർത്ഥന പഠിച്ചു ആ RCCയിൽ നിന്ന്. അപ്പോൾ ഇവിടെ അൾത്താരയിലിരിക്കുന്ന മാതാവിൻ്റെ രൂപം ഇങ്ങനെ കണ്ണിനിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു അപ്പനെ എങ്ങനെയെങ്കിലും സുഖപ്പെടുത്തണം, അദ്ദേഹത്തെ നല്ല രീതിയിൽ രോഗമില്ലാതെ എടുത്താലും പ്രശ്നമില്ല, ഈ അസ്വസ്ഥതകളും വെപ്രാളവും കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്ത ഇത്. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് ഒരു മോൾ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ വന്ന് ഉടമ്പടി തേൻ കൊണ്ടുവന്ന് അവിടെ തന്ന് അപ്പാപ്പന് വായിലൊഴിച്ച് കൊടുന്നും പറഞ്ഞു. ഞങ്ങൾ ഈ പ്രദക്ഷിണ പ്രാർത്ഥന പഠിച്ച് അപ്പച്ചൻ്റെ വായിലൊഴിച്ച് കൊടുത്തു. പിന്നെ ഞാൻ നിത്യവും എൻ്റെ വീട്ടിൽ ഈ പ്രദക്ഷിണ പ്രാർത്ഥനയുടെ അപ്പന് ഈ രോഗസൗഖ്യം കൊടുക്കണം, അല്ലാതെ അപ്പനെ എടുത്താലും പ്രശ്നമില്ല, ഈ ഛർദിലും ഇളക്കവും ഇദ്ദേഹത്തിൻ്റെ വേദനകളെല്ലാം മാറ്റണമെന്ന് പ്രാർത്ഥിച്ച്. പിന്നെ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അപ്പൻ ആഹാരം കഴിക്കുന്ന ഇളക്കവും ഇല്ല, ഛർദിലും ഇല്ല, നല്ല രീതിയിൽ ഒരു വണ്ടിയുണ്ട്, ആ ബൈക്കൊക്കെ എടുത്ത് പുറത്തോട്ടൊക്കെ പോകുന്നെന്ന് ഞാൻ അറിഞ്ഞ്. വെള്ളവും ആഹാരങ്ങളെല്ലാം കഴിക്കുന്നു, ആളെ കണ്ട ഒരു രോഗി എന്നുള്ള ഒരു ഇതുമില്ല. ഇത്രയും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ അമ്മയ്ക്കും അതുവഴി അമ്മ പ്രാർത്ഥിച്ച് അപേക്ഷിച്ച് യേശുവിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ച യേശുവിന് കോടാനും കോടി നന്ദി അർപ്പിക്കുന്നു. ഞാൻ കാരുണ്യ പ്രവൃത്തി ഞാൻ നിത്യവും പള്ളിയിൽ പോകുന്നുണ്ട്, ദൈവബലി. പിന്നെ വീടുകളിലൊക്കെ സുഖമില്ലാതെ രോഗികൾ കിടക്കുന്നു, അവരെയൊക്കെ പള്ളിയിൽ നിന്ന് വരുന്ന വഴി കയറി കണ്ട് മാതാവിൻ്റെ ഈ അത്ഭുതങ്ങളും പത്രത്തെ പറ്റി തേനും ഉടമ്പടി തൈലവും ഒക്കെ നിങ്ങൾ അവിടെ പോയി ഉടമ്പടി എടുക്കണം. ഞങ്ങൾ താമസിക്കുന്ന അന്യ ആൾക്കാരുടെ സ്ഥലത്താണ്, അവിടെ ക്രിസ്ത്യാനികൾ കുറവാണ്. അങ്ങനെ എല്ലാവരും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നുണ്ട്. കൃപാസന പത്രങ്ങൾ ഞാൻ എല്ലാ വീടുകളിലും കൊണ്ട് നടന്ന് കൊടുക്കും. പിന്നെ വണ്ടി കയറിപ്പോയി പള്ളിയിൽ ചെന്ന് അവിടെ നിന്ന് വരുന്ന ആളുകൾക്ക് ഓരോന്നോരോന്നായി കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള
കാര്യങ്ങളൊക്കെ ചെയ്ത് അതിലൂടെയൊക്കെ അമ്മയുടെ ഒത്തിരി അനുഗ്രഹങ്ങളും രോഗസൗഖ്യങ്ങളും അനേകായിരം രോഗസൗഖ്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അമ്മയ്ക്കും യേശുവിനും കോടിയായിരം സ്തുതിയും നന്ദിയും ഞാൻ അർപ്പിക്കുന്നു.